Hello class. These are the topics that I have to cover in your Ecoscapes text. അതിൻ്റെ ബാക്കിൽ എല്ലാ ടെക്സ്റ്റിൻ്റെയും ബാക്കിൽ കുറച്ച് കീ കോൺസെപ്റ്റ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഐ ഹാവ് ടു ടീച്ച് യു ദ യൂണിറ്റ്സ് ഇൻ ഫുഡ് റിസോഴ്സസ് ആൻഡ് ഫുഡ് ചെയിൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ദാറ്റ് വി വിൽ ഡിസ്കസ് ടുഡേ. അതിൽ ഒരു 7-8 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. 7-8 ടോപ്പിക്സ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ആസ് വെൽ ആസ് യുവർ ഇൻ്റർണൽ എക്സാമിനേഷൻ. Possible and probable question ആണ്. So we'll discuss those topics that comes under my portion. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫുഡ് വെബ് ഫുഡ് ചെയിൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ് നമ്മളുടെ നാച്ചുറലായിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ ഹൂ ഈറ്റ്സ് വാട്ട് എന്നുള്ളതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിന് റാബിറ്റ് കഴിക്കുന്നു, റാബിറ്റിനെ ഫോക്സ് കഴിക്കുന്നു, ഫോക്സിന് ഈഗിൾ കഴിക്കുന്നു. ദാറ്റ് ഈസ് ദ ഫുഡ് ചെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്കോളജിക്കൽ സിസ്റ്റത്തിൽ പല കൈൻഡ് ഓഫ് എക്കോസിസ്റ്റം ഉണ്ട്. അപ്പം ഓരോ എക്കോസിസ്റ്റത്തിലും പല രീതിയിലുള്ള ഫുഡ് ചെയിൻ ഉണ്ട്. അപ്പം ഇത് ഇൻ്റർ കണക്റ്റഡ് ആകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, വെബ് ഉണ്ടാകുന്നത്. അപ്പോൾ റിമെമ്പർ ദാറ്റ് ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഫോർ ഫുഡ്. അവർ നോൺ ലിവിങ് ബീങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് തമ്മിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ കംപ്ലീറ്റ് കോമ്പിനേഷൻ ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ഇറ്റ് ബിക്കംസ് എ ഫുഡ് വെബ്. അപ്പോൾ ഇതിന് വേറൊരു പേരും കൂടെയുണ്ട്, കൺസ്യൂമർ റിസോഴ്സ് സിസ്റ്റം. റിമെമ്പർ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അനദർ നെയിം ഫോർ ഫുഡ് വെബ് ഇസ് കൺസ്യൂമർ എക്കോസിസ്റ്റം. ആൻഡ് ദിസ് ഫുഡ് വെബ് ഇസ് ഡിവൈഡഡ് it has two categories, autotrophs and heterotrophs. അപ്പോൾ ഓട്ടോട്രോപ്സ് പേര് പറയുന്ന പോലെ തന്നെ എന്താണ്, സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. നോർമലി പ്ലാന്റ്സ് ആണ് ഓട്ടോട്രോപ്സിൻ്റെ കീഴിൽ വരുന്നത്. ഇപ്പോൾ കാർബണും ഓക്സിജനും ഒക്കെ സിന്തസൈസ് ചെയ്ത് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ഹെറ്റോട്രോപ്സ് ഓൺ ദ അതർ ഹാൻഡ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദീസ് പ്ലാന്റ്സ്. ആറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഓട്ടോട്രോപ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാണ്ട് ബാക്കി ഹെറ്ററോട്രോപ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, ഈ ഹെറ്ററോട്രോപ്സ് ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഫോക്സ് എന്താണ്, പ്ലാന്റ്സ് ആണോ കഴിക്കുന്നത്? അല്ല, ഒരു റാബിറ്റിനെയാണ് കഴിക്കുന്നത്. ആൻഡ് റാബിറ്റ് ഇസ് എ ഹെറ്ററോട്രോപ്പ്. അപ്പോൾ ഇതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് എക്കോസിസ്റ്റംസ്. എക്കോസിസ്റ്റംസിൻ്റെ വേറൊരു പേരെന്ന് പറഞ്ഞാൽ ബയോംസ് ആണ്. An ecosystem consists of climate ഉണ്ട്, സോയിൽ ഉണ്ട്, ദ പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ട് വി കോൾ ദ എക്കോസിസ്റ്റം. ആൻഡ് എക്കോസിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻ ടു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ ഇസ് ദ ടെറസ്ട്രിയൽ ഓർ ദ ലാൻഡ് എക്കോസിസ്റ്റം. ലാൻഡിൽ കാണുന്നതാണ് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം. ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് ദ അക്വാട്ടിക് എക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലാൻഡ് ഫോംസ് ആണ്. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് 5 ഡിവിഷൻ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. യു ഹാവ് ദ ടുണ്ട്ര, ടൈഗ, ടെമ്പറേറ്റ്, ഡെസിഡിയസ് ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട് എക്സെട്ര. അവിടുത്തെ ക്ലൈമറ്റിൻ്റെയും വെതർ കണ്ടീഷൻസിൻ്റെയും ഫുഡ് ഹാബിറ്റസിൻ്റെയും ബേസിസിൽ. സോ തുണ്ട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് കോൾഡ് ഡെസേർട്ടാണ്. നമ്മുടെ ആർട്ടിക് ഭാഗത്തായിട്ടൊക്കെ വരുന്നതാണ് ടുണ്ട്ര ഇതെന്ന് പറയുന്നത്, എക്സ്ട്രീംലി കോൾഡ് ക്ലൈമറ്റ്. അതിൽ നിന്ന് കുറച്ച് സൗത്ത് പോകുമ്പോഴാണ് വാട്ട് വി സീ ദ ടൈഗ എക്കോസിസ്റ്റം. അതുപോലെ തന്നെ ചൂടുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്ട്സ്, അതെല്ലാം ലാൻഡ് ഫോംസിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് എക്കോസിസ്റ്റംസിൽ പ്രൈമറി ആയിട്ടുള്ളത് മാത്രമാണ്. ആൻഡ് ഇൻ ദ വാട്ടർ ബോഡീസ് എക്കോസിസ്റ്റം എന്താണുള്ളത്, യു ഹാവ് ദ മറൈൻ സീ വാട്ടർ എക്കോസിസ്റ്റം ആസ് വെൽ ആസ് ദ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം. അടുത്തത് 3 kinds of floods: coastal flood, estuarine flood and fluvial flood. കോസ്റ്റൽ ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്ലഡാണ്. വാട്ട് ഹാപ്പൻസ് ഇസ് ദ സീ വാട്ടർ റൈസസ്. പല കാരണങ്ങൾ കൊണ്ട്, ദ നാച്ചുറൽ കാരണങ്ങളും ആയിരിക്കാം, മാൻമെയ്ഡ് റീസൺസും ഉണ്ട്. നാച്ചുറൽ കാരണങ്ങളായ മേ ബി ആൻ എർത്ത് ക്വേക്ക് ഓർ സുനാമി. ബിക്കോസ് ഓഫ് ദാറ്റ് സീ വാട്ടർ റൈസസ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ്, ബിക്കോസ് ഓഫ് ദ എക്സ്ട്രീം ടൈഡൽ കണ്ടീഷൻസ്, അതിനോട് ചേർന്നിരിക്കുന്ന ലോ ലൈയിങ് ലാൻഡ് ബോഡീസിനെ, അവിടെ ചുറ്റുമായിട്ട് താമസിക്കുന്ന മനുഷ്യരെ അത് ബാധിക്കുന്നതെന്ന് മാത്രമല്ല, ദർ ഈസ് ഇമ്മൻസ് ലോസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ആ കോസ്റ്റൽ ഏരിയയിൽ ബാധിക്കുന്ന ഫ്ലഡിനെയാണ് കോസ്റ്റൽ ഫ്ലഡ് എന്ന് പറയുന്നത്. ബേസിക്കലി സീ വാട്ടർ റൈസ് കൊണ്ട്, അബ്സേർജ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. എസ്റ്റുറീൻ ഫ്ലഡ് എന്ന് പറയുന്നതും ഒരു കൈൻഡ് ഓഫ് സീ വാട്ടർ റൈസ് തന്നെയാണ് എസ്റ്റുറീൻ ഫ്ലഡ് എന്ന് പറയുന്നത്. യു നോ വാട്ട് ആൻ എസ്റ്റുറീൻ ഇസ്. എസ്റ്റുറീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവറും സീയും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്, വാട്ട് വി കോൾ ദ ബ്ലാക്ക് വാട്ടേഴ്സ്. അപ്പം എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് മീറ്റിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഹൈ വേവ്സ് ഉണ്ടാവും, ഹൈ ടൈഡ്സ് ഉണ്ടാവും.
പക്ഷേ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ദ ഫ്ലഡ് ഇസ് ഈ ഹൈ വേവ്സും ഹൈ ടൈഡ്സും കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകും. കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി എന്ത് പറയുന്നു, എസ്റ്ററൈൻ വെച്ചിട്ട് ഫ്ലഡ് ഉണ്ടാവുന്നു. ഇറ്റ്സ് നോട്ട് ആസ് ഡേഞ്ചറസ് ആസ് കോസ്റ്റൽ ഫ്ലഡ് ഓർ ഫ്ലൂവിയൽ ഫ്ലഡ്. ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ എസ്റ്ററൈൻ ഫ്ലഡ്. ബേസിക്കലി എന്താണ്, സീ വാട്ടർ റൈസ് തന്നെയാണ്, സീ വാട്ടർ ഹൈ ടൈഡ് ഫ്ലഡ് തന്നെയാണ്. പക്ഷേ ഏത് എക്കോസിസ്റ്റത്തിലാണ് നടക്കുന്നത്? എസ്റ്ററൈൻ എക്കോസിസ്റ്റത്തിലാണ് നടക്കുന്നത്. ഇനി ഫ്ലൂവിയൽ ഫ്ലഡ്. ഫ്ലൂവിയൽ ഫ്ലഡാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഫ്ലഡ്സ് ദാറ്റ് അഫക്ട്സ് മാൻ കൈൻഡ്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ ഫ്ലൂവിയൽ ഫ്ലഡ്സ് ആണ്. പലപ്പോഴും എന്താണ്, ഹെവി റെയിൻഫോൾ കാരണം അല്ലെങ്കിൽ സ്നോ മെൽറ്റ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു, റിവേഴ്സ് ഓവർഫ്ലോ ചെയ്യുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് യു ഹാവ് പീപ്പിൾ ലിവിങ് നിയർ ദിസ് ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവേഴ്സ്. അത് കാരണം എന്താണ്, മനുഷ്യനെയും അവരുടെ പ്രോപ്പർട്ടീനെയും ആനിമൽസിനെയും എല്ലാം എന്ത് ബാധിക്കുന്നുണ്ട്, ദിസ് ഫ്ലൂവിയൽ ഫ്ലഡ് ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പെരിയാറിൻ്റെ ആണെങ്കിലും പമ്പ നദി ആണെങ്കിലും അവിടുത്തെ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ ഇറ്റ് അഫക്ട്സ് ദ ഹോൾ പീപ്പിൾ അല്ലെങ്കിൽ ദ ഹോൾ ഏരിയ. അപ്പം ഫ്ലൂവിയൽ ഫ്ലഡ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓവർ ബാങ്ക് ഫ്ലഡിങ്, അതായത് റിവേഴ്സ് ഓവർഫ്ലോ ചെയ്തിട്ട് മഴ കാരണമായിരിക്കാം അല്ലെങ്കിൽ സ്നോ മെൽറ്റ് ചെയ്തിട്ടായിരിക്കാം ഓവർ ബാങ്ക് ഫ്ലഡ് ചെയ്യുന്നത്, റിവേഴ്സ് ഓവർഫ്ലോ ചെയ്യുന്നത്, ഓവർ ബാങ്ക് ഫ്ലഡിങ്. ആൻഡ് യു ഹാവ് ദ ഫ്ലാഷ് ഫ്ലഡിങ്. ഈ ഫ്ലാഷ് ഫ്ലഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അത് ഹിമാലയൻ റിവേഴ്സിൻ്റെ അവിടെയൊക്കെയാണ് സംഭവിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ഇസ് വിത്തിൻ എ സ്പാൻ ഓഫ് 2 or 3 hours, 2-3 മണിക്കൂറത്തെ സ്ട്രോങ് റെയിൻ കാരണം, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എ ക്ലൗഡ് ബേസ്റ്റ്, വാട്ടർ ഓവർഫ്ലോസ്. എവിടെയാണ്, അവിടെയുള്ള നദി ഓവർഫ്ലോ ചെയ്യുകയാണ്. ആൻഡ് പീപ്പിളിന് അത് ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദർ ഇസ് എ ഹ്യൂജ് ലോസ് ഓഫ് ലൈഫ്. മനുഷ്യൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ്. മുൻകൂട്ടി അറിയുകയാണെങ്കിൽ വി ക്യാൻ ഇവാക്യുവേറ്റ് ഫ്രം ദർ. വാട്ട് ഹാപ്പൻസ് ഇൻ ഫ്ലാഷ് ഫ്ലഡ് ഇസ് there is no such warning, there is no such sign, as a result of which there is huge loss of property as well as deaths. Catchment area എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓരോ റിവറിൻ്റെയും ഓരോ ലേക്കിൻ്റെയും ഓരോ റിസർവെയറിൻ്റെ അടുത്ത് അതിൻ്റേതായ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു വലിയൊരു മലയുണ്ട്, ആ മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ബോഡിയിലോട്ട് പോകും. അപ്പോൾ അതിനെയാണ് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാച്ച്മെൻറ്റ് ഏരിയ എത്രയും വലുതാവുന്നോ അതിനനുസരിച്ച് തന്നെയാണ് അതിൻ്റെ വാട്ടർ ബോഡിയും എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കും. അണ്ടർസ്റ്റുഡ് റൈറ്റ്? ബിഗർ ദ കാച്ച്മെൻറ്റ് ഏരിയ, അതിനനുസരിച്ച് തന്നെ വെള്ളവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മലയുടെ അടുത്തുള്ളതും ചുറ്റിനുമുള്ള വെള്ളം ഒഴുകി എന്ത് ചെയ്യാണ്, ന്യൂ വാട്ടർ ബോഡി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് വാട്ടർ ബോഡിയിൽ എന്തുണ്ടാവുകയാണ്, വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ catchment. Next topic is community preparedness. A disaster is going to happen. ഒരു ഡിസാസ്റ്റർ സംഭവിക്കാൻ പോവാണ് ബിക്കോസ് ഓഫ് ദി ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ്. നമുക്ക് നേരത്തെ ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വെതർ ഫോർകാസ്റ്റിംഗ് ആയിരിക്കാം. ദേ ഗിവ് us വാർണിംഗ്, ദേ ഗിവ് us ഫോർകാസ്റ്റിംഗ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വി പ്രിപ്പയർ ബിഫോർ ഹാൻഡ്. നമ്മൾ ഒന്നീ ഇവാക്യുവേറ്റ് ചെയ്യുമായിരിക്കാം അല്ലെങ്കിൽ വി മൂവ് ഫ്രം ദ ഫ്ലഡ് സോൺ. ആ ഒരു പ്രിപ്പറേഷൻസ്, വാട്ട് എവർ പ്രിപ്പറേഷൻസ് ദാറ്റ് വി ടേക്ക് ആസ് എ കമ്മ്യൂണിറ്റി, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദി ഡിസാസ്റ്റർ, മേ ബി ആഫ്റ്റർ ദി ഡിസാസ്റ്റർ ഓർ ബിഫോർ ദി ഡിസാസ്റ്റർ, ഫ്രം ദാറ്റ് സോൺ, ആ പെർട്ടിക്കുലർ സോണിൽ നിന്ന്, ഡിസാസ്റ്റർ സോണിൽ നിന്ന് ആൾക്കാരെ മൂവ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ദ ഇവാക്യുവേഷൻ പ്ലാൻ.